ഹായ് എല്ലാവർക്കും ഇൻഫോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് മുമ്പ്, അതായത് 2016, 2015, 2017 ഈ വർഷങ്ങളിലൊക്കെ നമ്മൾ സാംസങ്ങിൻ്റെ ഫോണൊക്കെ യൂസ് ചെയ്തെന്നവർക്കറിയാം. അതിലൊക്കെ മെമ്മറി വരുന്നത് 32 GB, 16 GB, 8 GB ഇങ്ങനത്തെ ലെവലിലായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ഇപ്പം ഫോണിൻ്റെ മെമ്മറിയൊക്കെ 128, 64 ലെവലിലൊക്കെ വരുന്നത്. ഇപ്പോൾ പണ്ട് കാലത്തെ ഫോണൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നവർക്കുള്ളൊരു ഇഷ്യൂ ആണ്. എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മെമ്മറി ഫുള്ള് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ആപ്ലിക്കേഷന് അൺഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഇനി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ആ ടൈമിലുള്ള ഫോൺ ഇപ്പോഴും യൂസ് ചെയ്യുന്നവർക്ക് നമ്മൾ ആപ്ലിക്കേഷനൊന്നും ഡിലീറ്റ് ചെയ്യാതെ, നമ്മളെ ഫോട്ടോസൊന്നും ഒഴിവാക്കാതെ സിമ്പിളായിട്ട് മറ്റുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ആവാൻ ഒരു സിമ്പിൾ ടിപ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഒന്നും ഡിലീറ്റ് ആകാതെ തന്നെ നമുക്ക് കുറച്ച് മെമ്മറി ഫ്രീ ആക്കി എടുക്കാൻ പറ്റിയൊരു ചെറിയ ടിപ്പാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ ഈ സെറ്റിങ്സ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഓൾറെഡി ഒരു റീസ്റ്റോർ ചെയ്ത ഫോണിലാണ്. ഇതിൽ ഡാറ്റാസ് ഒന്നുമില്ല. പക്ഷേ ഇതുപോലെ നിങ്ങൾക്ക് സെറ്റിങ്സിൽ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ആപ്ലിക്കേഷൻസ് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതെടുത്താൽ അതിൽ ഡിഫോൾട്ട് ആപ്ലിക്കേഷൻ മാനേജർ, അതിൽ ആപ്ലിക്കേഷൻ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സൈഡിലോട്ട് നമ്മൾ നീക്കിയാൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ കുറേ ആപ്സ് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ഫോണിൻ്റെ ആപ്സുകൾ. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യാത്ത കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഈ ആൻഡ്രോയിഡിൻ്റെ ഈ ഐക്കണിലൊന്നും നമ്മളൊന്നും ചെയ്യാൻ പാടില്ല, കാരണം അത് ഫോണിൻ്റെ സോഫ്റ്റ്വെയറാണ്. അതല്ലാത്ത കുറേ ആപ്ലിക്കേഷൻസ് ഇതിലുണ്ടാകും, കുറേ MBകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ നോർമലി സാംസങ് അക്കൗണ്ടൊന്നും ആരും യൂസ് ചെയ്യാത്ത സംഭവമാണ്. അപ്പോൾ ഈ സാംസങ് അക്കൗണ്ടിൽ 5 MB ഉണ്ട്. ഇത് അപ്ഡേഷൻ ഒന്നും ചെയ്യാത്തതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ സ്റ്റോപ്പ് ഫോഴ്സ് കൊടുക്കുക, അതിൽ ഓക്കെ കൊടുക്കുക, ഡിസേബിൾ കൊടുത്താൽ ഓൾറെഡി ഇതിൻ്റെ മെമ്മറി നമ്മൾ ഫ്രീ ആയി കിട്ടും. ഇതുപോലെ ഇതിലുള്ള ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ഫോഴ്സ് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും, ഫ്രീ ആക്കി എടുക്കാൻ പറ്റും മെമ്മറി. ഇനി ഒരു ചില ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സിൽ വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇത് ഓപ്പൺ ആക്കിയ ടൈമിൽ അടിയിൽ ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ചില ആപ്ലിക്കേഷനിൽ ക്ലിയർ ഡാറ്റ അടിച്ചാൽ ചിലപ്പോൾ 40 MB 50 MB ഒക്കെ നമുക്ക് ഫ്രീ ആയി കിട്ടും. എന്നതിന് ശേഷം നമ്മൾ മറ്റേത് ചെയ്ത പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു കാര്യം മറക്കരുത്, നമ്മൾ ഇങ്ങനെ ക്ലിയർ ഡാറ്റ വരുന്ന ആപ്ലിക്കേഷൻസിനെല്ലാം നമ്മൾ ക്ലിയർ ഡാറ്റ കൊടുത്തിട്ട് വേണം നമ്മൾ ഫോഴ്സ്, സ്റ്റോപ്പ് ആൻഡ് ഡിസേബിൾ പറഞ്ഞ ഓപ്ഷൻസ് നമ്മൾ കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ക്ലിയർ ഡാറ്റ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ഇത്ര % മെമ്മറി നമുക്ക് ഫ്രീ ആയി കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ ആപ്പിൻ്റെയും അപ്ഡേറ്റ് ചെയ്തത് ഓൾറെഡി നമ്മൾ സ്റ്റോപ്പ് ഫോഴ്സ് കൊടുക്കുമ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരും. അത് ഓട്ടോമാറ്റിക് അൺഇൻസ്റ്റാൾ ആയിക്കോളും അപ്ഡേഷൻ ആയതൊക്കെ. അല്ലാത്തതൊക്കെ സ്റ്റോപ്പായിട്ട് നമുക്ക് അവിടെ കുറച്ച് MB നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ചെയ്താൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് മറ്റ് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ മെമ്മറി ഫുൾ എന്നുള്ള ഒരു ഇഷ്യൂ നമുക്ക് വരാൻ ചാൻസ് വളരെ കുറവാണ്.